ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഓണസദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് ഉറുപ്പേരി, ശർക്കരവരട്ടി, ഉണക്ക കളിയോടയ്ക്ക. ഞാൻ ശർക്കരവരട്ടിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ശർക്കരവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അതിനെക്കുറിച്ച് കൂടെ അറിയാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കളിയോടയ്ക്കയാണ്. എങ്ങനെയാണ് കളിയോടയ്ക്ക ഉണ്ടാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഒരു 250 ഗ്രാം വറുത്ത അരിപ്പൊടി എടുക്കുക. കളിയോടയ്ക്ക ഉണ്ടാക്കാനുള്ള തേങ്ങയാണ്. ഏകദേശം ഒരു മുറി തേങ്ങ ഉണ്ട്. 250 ഗ്രാം അരിക്ക് ഏകദേശം ഒരു മുറി തേങ്ങ. തേങ്ങ ഫുള്ള് വേണ്ട. ഒരു 10 കഷ്ണം വെള്ളം ചുമന്നുള്ളി ഉണ്ട്, കുറച്ച് ജീരകമുണ്ട്. ഇത്ര നമ്മൾ ജാറിലിട്ട് നരയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ചൂടാക്കി അരിപ്പൊടിയിലേക്ക് നമ്മൾ തേങ്ങ, ചുമന്നുള്ളി, ജീരകം എന്നിവ ശരിക്കരയിട്ട ചതഞ്ഞ പരുവത്തിൽ അല്പം കൂടെ കഴിയണം. അപ്പം അങ്ങനെ റെഡിയാക്കിയ മിശ്രിതമാണ് ഇതിലേക്ക് ഇടുകയാണ്. കാരണത്തെ വെച്ച് നമ്മൾ അരച്ച് റെഡിയാക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് ഉപ്പ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് മിക്സ് ചെയ്തെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പൊടി നല്ല നമുക്ക് കുഴയ്ക്കാൻ നന്നായിട്ട് അത് മിക്സ്. സ്പൂണ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ഉരുട്ടുന്ന പരുവമാവണം. വെള്ളം കൂടിപ്പോൻ പാടില്ല. കറക്റ്റ് പരുവ കണ്ടോ, ഉരുട്ടുള്ള പരുവായിട്ടുണ്ട്. നമുക്ക് ഇനി ചെറിയ ചെറിയ ഓരോ ബോളായിട്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇടാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന കളിയോടൊക്കെയാണ്. ഇതിന് നമ്മുടെ പാനിലേക്ക് ഇടണം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു ചെറുതായിട്ട് ഒരു പെട്ടെന്ന് ഇളക്കാൻ 2-3 മുട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഫുള്ളും എണ്ണയ്ക്കകത്തോട്ടാക്കി കൊടുക്കും. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇത് മൂത്തിട്ട് കൂടെ ഇളക്കി കൊടുക്കണം. കാരണം ഒരു സൈഡ് തന്നെ ഒരു രീതിയിൽ തന്നെ കിടന്നാൽ ഒരു സൈഡ് മൂത്തും ഒരു സൈഡ് മൂക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ കൂടെ ഇളക്കി കൊടുക്കണം, അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ കളിയോടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഒന്നൊന്നെ തൊടാതെ നല്ല രസമായിട്ട് റെഡി ആയിട്ടുണ്ട്. അകത്തൊക്കെ ഞങ്ങൾ നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് മുരിഞ്ഞിരിക്കുകയാണ്. അടിപൊളി കളിയോടൊക്കെ റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക.